മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി സാഗർ കൊടുത്ത സെറ്റ് സാരിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഇതിന്റെ ഇടയിൽ നമ്മുടെ മഞ്ജുവും കരുണിയും ഒക്കെ കുറെ കുത്തുവാക്കുകൾ പറയുന്നുണ്ട്. ഓ, നിങ്ങളുടെ കാമുകൻ തന്ന സെറ്റ് സാരിയൊക്കെ എടുത്തിട്ട് കാമുകന്റെ കൂടെ കറങ്ങാൻ പോവുകയാണോ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്. എന്നാൽ മഹാലക്ഷ്മി അതൊന്നും കാര്യമാക്കുന്നില്ല. ബോധമുള്ളവരുടെ അടുത്തല്ലേ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ബോധമില്ലാത്തവരോട് പറഞ്ഞിട്ട് മത്സരിക്കാൻ ഞാനില്ല എന്ന് മഹാലക്ഷ്മി പറഞ്ഞു നിൽക്കുമ്പോഴാണ് സാഗർ വരുന്നത്. സാഗർ നോക്കുമ്പോൾ ദേ മഹാലക്ഷ്മി സാഗർ കൊടുത്ത സാരിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നു. സാഗറിനാണെങ്കിൽ മഹാലക്ഷ്മിയുടെ മുഖത്ത് നിന്ന് കണ്ണെടുക്കാനേ തോന്നുന്നില്ല. അപ്പോൾ മഹാലക്ഷ്മി ചോദിക്കുന്നുണ്ട്, ആ ഇത് സാഗർ തന്ന സാരിയല്ലേ, അതാണല്ലേ കണ്ണെടുക്കാതെ നോക്കുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് രണ്ടുപേരും കാറിൽ കയറി പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ദൈവമേ ഈ പോക്കങ്ങ് പോയാൽ മതിയായിരുന്നു തിരികെ വരാണ്ട് എന്നൊക്കെ. പിന്നെ മഹാലക്ഷ്മി റോട്ടിലെ ഒരു കടയിൽ നിർത്തി പൂവൊക്കെ വാങ്ങിച്ച് പൂവൊക്കെ ചൂടുന്നൊക്കെയുണ്ട്. അതിനുശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി ഓഫീസിന്റെ റൂമിൽ ഇരിക്കുമ്പോൾ നമ്മുടെ സാഗർ കടന്നു വരുന്നതാണ്. പിന്നെ സാഗർ മനസ്സ് തുറക്കുകയാണ്. ലക്ഷ്മിയെ ഞാൻ ഇനി ലച്ചു എന്ന് വിളിച്ചോട്ടെ, ലച്ചുവിന് ഇനി കണ്ണനെ വിട്ടിട്ട് എന്റെ കൂടെ പോന്നൂടെ. അപ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ശരിയാ ഞാൻ ഇനി സാഗറിന്റെ കൂടെ വരാമെന്നൊക്കെ. ഇത് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഇത് സാഗറിന്റെ സ്വപ്നമായിരിക്കുമെന്ന്. സാഗർ വണ്ടി ഓടിക്കുന്നതിനിടെ ആലോചിക്കുന്നതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. അതുപോലെ തന്നെ കാർ ഇങ്ങനെ കട്ടറിൽ ഇടിച്ച് മറിയുന്നതും കാണിക്കും. അപ്പോൾ മഹാലക്ഷ്മി ആകെ പേടിച്ചു പോകുന്നുണ്ട്. സാഗറിനെ മഹാലക്ഷ്മി വഴക്ക് പറയുന്നൊക്കെയുണ്ട്. സാഗർ നീ എവിടെ നോക്കിയിട്ടാ വണ്ടി ഓടിക്കുന്നേ എന്നൊക്കെ പറഞ്ഞ് സാഗർ എന്നെ സുരക്ഷിതമായി കൊണ്ടുപോകുമെന്ന് വിചാരിച്ചിട്ടല്ലേ കണ്ണേട്ടൻ സാഗറിനെ ഏൽപ്പിച്ചത്. സാഗർ ഇങ്ങനെയാണെങ്കിൽ ഇനി വണ്ടി ഓടിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ദേഷ്യപ്പെടുന്നുണ്ട് മഹാലക്ഷ്മി. അപ്പോൾ തന്നെ നമ്മുടെ സാഗർ പറയുന്നുണ്ട്, ഇല്ല ചേച്ചി ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയതാ, ഇനി അങ്ങനെ ഉണ്ടാകില്ല, ഇനി ഞാൻ ശ്രദ്ധിച്ച് ഓടിച്ചോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സാഗർ അങ്ങനെ തടി തപ്പുന്നുണ്ട്. പിന്നീട് ഇവര് ഓഫീസിലെത്തുകയാണ്. ഓഫീസിലെത്തിക്കഴിഞ്ഞപ്പോൾ പതിവ് പോലെ മഹാലക്ഷ്മിയുടെ ഓഫീസ് റൂമിലോട്ടും പോകുന്നു. സാഗറിന്റെ പണിയും ചെയ്യുന്നു. അപ്പോൾ അപ്പുറത്താണെങ്കിൽ നമ്മുടെ മഞ്ജു കണ്ണന്റെ അടുത്ത് വന്നിട്ട് ആ ഒരു സംശയം തീർക്കുന്നുണ്ട്. ചേട്ടൻ പറഞ്ഞിട്ടാണോ ചേച്ചി ആ സാരി ഉടുത്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട്, അതെ ഞാൻ പറഞ്ഞിട്ട് തന്നെയാ അവൾ ആ സാരി ഉടുത്തോണ്ട് പോയത് എന്നൊക്കെ പറയുന്നു. അപ്പോൾ നമ്മുടെ മഞ്ജു വന്നിട്ട് ദുർഗാമ്മയോടും കരുണയോടും പറയുന്നുണ്ട്, ഓ എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ കണ്ണനെ സാഗറിനോടൊപ്പം ലക്ഷ്മി പോയിക്കോട്ടെ എന്ന ചിന്തയായിരിക്കുമെന്ന്, അല്ലെങ്കിൽ ഇനിയിപ്പോ അവൻ ഇങ്ങനെയൊക്കെ ചെയ്യോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പുറത്താണെങ്കിൽ നമ്മുടെ മേഘനാഥൻ നമ്മുടെ സാഗറിനെ വിളിച്ചിട്ട് പറയുകയാണ്, നീ മഹാലക്ഷ്മിയുടെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് നീ മനസ്സ് തുറക്ക്, നിന്റെ മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും തുറന്നു പറയുക എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്.